യേശുവിൽ സ്നേഹമുള്ളവരെ, ജ്ഞാനവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരുരക്തത്തിന്റെ സംരക്ഷണനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 ഈശോയെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആബാപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഞങ്ങൾ വലയം ചെയ്യണമേ. യോഹന്നാൻ 8:12 യേശുവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യ 10:17 ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് വെളിപാട് 12:1-2 ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഹെബ്രായർ 1:7 ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രകാശത്താൽ ഞങ്ങൾ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ഫിലിപ്പ് നേരിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെന്റ് തോമസ് അക്വിനാസിനോട് ചേർന്ന് ഈശോയെ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് കാതറിൻ ഓഫ് സിയനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെയിന്റ് പാദ്രെ പിയനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സക്രിയ 2:5, സക്രിയ 9:8 എന്ന വചനത്തിലൂടെ ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനത്താൽ സങ്കീർത്തനം 147:13 ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന ഓരോ വചനം ഹൃദയത്തിൽ ലൂക്ക 2:19, 2:51 സ്വീകരിക്കുവാനും അതുപോലെ തന്നെ സംഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ജ്ഞാനത്തിൽ ഞങ്ങൾ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21, മത്തായി 16:19, യോഹന്നാൻ 20:23 വചനത്തിലുള്ള അധികാരത്തിലും ശക്തിയിൽ നിന്നുകൊണ്ടും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ പൗരോഹിത്യ അധികാരത്തിൽ നിന്നും 1 യോഹന്നാൻ 3:8 കൊണ്ട് ഈശോയെ എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 സകല വിധത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റ് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ, ഞങ്ങളുടെ തലമുറയിലൂടെയും കടന്നു വരുന്ന എല്ലാ അരൂപികളെയും എഫേഷ്യൻസ് 3:5 അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു വന്നിട്ടുള്ള അരൂപികൾ ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ, വിട്ടുപോകാത്ത മേഖലകൾ, അറിയാത്ത മേഖലകളിൽ ബന്ധനങ്ങൾ ഈശോ എടുത്തു മാറ്റുന്ന ബാറൂക്ക് 4:35 സങ്കീർത്തനം 51:5 പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വ്യഭിചാര ദുർഭൂതത്തിന്റെ സ്വാധീനങ്ങൾ മാധ്യമങ്ങളിലൂടെ, അതുപോലെ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്ന, കാഴ്ചകളിലൂടെ കടന്നു വരുന്ന, ശ്രവണങ്ങളിലൂടെ കടന്നു വരുന്ന, സ്പർശനങ്ങളിലൂടെ കടന്നു വരുന്ന, ഓർമ്മയിലൂടെ കടന്നു വരുന്ന ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14, മത്തായി 5:28, എസെക്കിയേൽ 20:7, നാഹൂം 3:4, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലോകാരൂപി
യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ വിധത്തിലും വാശി, വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, അതിന്റെ എല്ലാ വേരുകളോടും കൂടി ഈശോയെ മത്തായി 15:13 അതിന് പിഴുതു കളയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി 4:5, അപ്പസ്തോലന്മാരുടെ 8:23, ഹെബ്രായർ 12:14, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും എഫേഷ്യൻസ് 4:31 പ്രഭാഷകൻ 28:1 മുതൽ 7 വരെയുള്ള വചനത്തിലൂടെയും സങ്കീർത്തനം 109 3 മുതൽ 5 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ വിധത്തിലും നുണയുടെ അരൂപികളെ യോഹന്നാൻ 8:44 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കാപട്യത്തിന്റെ അരൂപികള് 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹാലേലൂയ. 2 കൊരിന്ത്യർ 2:10-11 വചനത്തോടെ വൈരാഗ്യത്തിലൂടെ കടന്നു വരുന്ന എല്ലാ പൈശാചിക തന്ത്രങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ കടന്നു വരുന്ന രൂപികളെ ജ്ഞാനം 4:12, 1 കൊരിന്ത്യർ 15:33, സങ്കീർത്തനം 50:18 യേശുനാമ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എതിർ ക്രിസ്തുവിന്റെ അരൂപികള് 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്കർ 2:1 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും മത്തായി 24:24 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. നിദ്രാലസ രൂപികള് റോമ 11:8 ഏശയ്യാ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എഫേഷ്യൻസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണത്തിന്റെ രൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന എല്ലാ രൂപികളും കൂട്ടത്തോടെ ജോബ് 40:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ഗൂഢാലോചന, അതിലൂടെ സാമ്പത്തിക വളർച്ച, സാമൂഹിക വളർച്ച, ബന്ധങ്ങളിലുള്ള തകർച്ചയ്ക്ക് കാരണമാകുന്ന അരൂപികളെ കൂട്ടത്തോടെ ഏശയ്യാ 8:10 മുതൽ 12 വരെയുള്ള വചനത്തോടും നാഹൂം 1:9 മുതൽ 12 വരെയുള്ള വചനത്തോടും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചു. ആശയക്കുഴപ്പത്തിന്റെ അരൂപികൾ ഏശയ്യാ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകം ചെയ്യണമേ. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം നൽകണമേ. കൊളോസസ് 4:3 ഈശോയെ വചനത്തിന്റെ കവാടം തുറന്നു തരണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2 ഏശയ്യാ 66:2 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരുവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ക്രൂശിതനായ ക്രിസ്തുവിലാണ് ദൈവജ്ഞാനം വെളിപ്പെടുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുക. 1 കൊരിന്തോസ് 1:24 1 കൊരിന്തോസ് 1:24 വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രൂശിതൻ ദൈവത്തിന്റെ തീവ്ര സ്നേഹമാണ്. ക്രൂശിതൻ വായിച്ചു തീർക്കാനാകാത്ത ദൈവ സ്നേഹത്തിന്റെ പുസ്തകമാണ്.
കുരിശിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയുടെ ദൈവശാസ്ത്രമല്ല, പകരം സ്വയം നൽകുന്ന സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രമാണ്. ക്രൂശ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അന്തർജീവിതത്തിലേക്ക് തുറക്കുന്ന ഒരു ജാലകമാണ്. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? കുരിശിൽ നാം കാണുന്നത് പിതാവിൻ്റെ നൽകുന്ന സ്നേഹമാണ്. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:16. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്കു വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. റോമ 5:8. റോമ 5:8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:9. 1 യോഹന്നാൻ 4:9. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ക്രൂശിൽ നാം പുത്രന്റെ സ്നേഹം കാണുന്നത് സമർപ്പിത അനുസരണത്തിലാണ്. ഫിലിപ്പിയ 2:8. ഫിലിപ്പി 2:8. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ഹെബ്രായർ 5:8. ഹെബ്രായർ 5:8. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ക്രൂശിൽ നാം ആത്മീയമായി പരിശുദ്ധാത്മാവിന്റെ ഐക്യ സ്നേഹമാണ് കാണുക. റോമ 5:5. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. 2 കൊറിന്തോസ് 13:13. 2 കൊരിന്തോസ് 13:13. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സീനായിലെ വിശുദ്ധ കത്രീന 25ാമത്തെ മകളായിരുന്നു ആളുടെ അമ്മയുടെ. വലിയ ദൈവാനുഭവത്തില് ദിവ്യാനുഭൂതിയിലായിരുന്ന സമയത്ത് ഈശോട് പറയുന്നൊരു കാര്യമുണ്ട്. ഓ സ്നേഹത്തിൽ ഭ്രാന്തനായവനെ എന്നാണ് ഈശോട് പറയുന്നത്. അങ്ങനെയാണ്. അതായത് ആ തീവ്ര സ്നേഹത്താൽ ക്രൂശിതന്റെ രക്ഷാകര ചരിത്രം മുഴുവൻ ധ്യാനിച്ച് ദിവ്യാനുഭൂതിയിൽ പറയുന്നതാണ്. ഓ സ്നേഹത്തിൽ ഭ്രാന്തനായവനെ, നീ മനുഷ്യനായി അവതരിച്ചത് മതിയായിരുന്നില്ലയോ? അതിനുമുപരി നീ ായിരുന്നുവോ എന്ന്. ഇവിടെ എല്ലാം ആഴമായ സ്നേഹത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധനായ തോമസ് അക്വിനാസ് പറയുന്നൊരു കാര്യമാണ്, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളി മാത്രം മതി ലോകത്തിന്റെ എല്ലാ പാപങ്ങളെയും സൗഖ്യമാക്കാൻ.
ഒരു തുള്ളി രക്തം. പക്ഷെ ഈ സ്നേഹം അവിടെ സ്വന്തമായവര് പലപ്പോഴും തിരസ്കരിക്കുകയല്ലേ ചെയ്യുന്നത്? അതാണ് നാം ഹോസിയ 11:1 മുതൽ 6 വരെയുള്ള വചനത്തിൽ വായിക്കുക. ഹോസിയ 11:1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രൈമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കൈകളിൽ എടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് താനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസിറിയ അവരുടെ രാജാവാകും. കാരണം എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞു വീശും. നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടകൾക്കുള്ളിൽ വെച്ച് അവരെ അത് വിഴുങ്ങും. സ്നേഹത്തിന്റെ ദാനമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഇതിനെക്കുറിച്ചും വിശുദ്ധ കത്രീന പറയുന്നത്, കുരിശിൽ ക്രിസ്തുവിനെ തറച്ചത് ആണികൾ കൊണ്ടാണെങ്കിൽ അവൻ അവിടെ നിന്നത് സ്നേഹം കൊണ്ടാണ്. ഈ സ്നേഹമാണ് നാം സ്വന്തമാക്കുന്നത്. തീവ്രമായ സ്നേഹം, ക്രൂശിതന്റെ തീവ്രമായ സ്നേഹം. സമറിയാക്കാരോട് പറഞ്ഞ വചനം നമ്മളോട് ഓരോരുത്തരോടുള്ള വചനമാണ്. യോഹന്നാൻ 4:10. യോഹന്നാൻ 4:10. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ജീവജലം പരിശുദ്ധാത്മാവാണ്, ജ്ഞാനമാണ്. യോഹന്നാൻ 7:37-38. യോഹന്നാൻ 7:37-38 തിരുവചനങ്ങൾ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഏശയ്യ 55:1. യേശയ്യ 55:1. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ജ്ഞാനത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കണം, അത് ചോദിക്കണം. അതാണ് യാക്കോബ് 1:5 നാം വായിക്കുന്നത്. യാക്കോബ് 1:5. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കാരണം ഈശോയ്ക്ക് അറിയാം ഈ തലമുറ നശിക്കുന്നത് ജ്ഞാനമില്ലാതെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നൽകാൻ ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ക്രൂശിതൻ. യോഹന്നാൻ 3:34. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. എഫേസസ് 3:20. എഫേസൂസ് 3:20. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ
നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ജ്ഞാനം നിറഞ്ഞ ഒരു ജീവിതമാവുമ്പോൾ നമ്മെ കാണുന്നവർക്കും അറിയാം ഈ വ്യക്തിയിൽ ജ്ഞാന ചൈതന്യമുണ്ടെന്നുള്ളത്. ജ്ഞാനം 7:7. ജ്ഞാനം 7:7. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ജ്ഞാനത്തിന് വേണ്ടി വിളിച്ചപേക്ഷിക്കണമെന്നാണ് മത്തായി 7:7. മത്തായി 7:7. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ 3 കാര്യം നാം വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളിലെ വീഴ്ചയാണ് നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ. നമ്മൾ എന്താ ചോദിക്കേണ്ടതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നാം ഒരേ ഒരു കാര്യമാണ് സ്ഥിരമായി ചോദിക്കേണ്ടത്: ദൈവമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനത്താൽ എന്നെ നയിക്കണമേ. എല്ലാം ക്രമീകരിക്കപ്പെടും. അതാണല്ലോ ജ്ഞാനം 8:1 വാഗ്ദാനം. ജ്ഞാനം 8:1. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇനി രണ്ടാമതാണ് അന്വേഷിക്കുവിൻ. ഈ ജ്ഞാനത്തിന് വേണ്ടി എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? അത് വചനത്തിലാണ് അന്വേഷിക്കേണ്ടത്. ഏശയ്യ 34:16 കൃപയാണ് നമുക്ക് വരേണ്ടത്. 34:16 കൃപ കിട്ടിയോ? ജ്ഞാനത്തിന്റെ ആദ്യ പടിയിലേക്ക് ആയി. അതിന് തീവ്രമായിട്ട് അന്വേഷിക്കണം. അപ്പൊ ഇത് കണ്ടെത്തും. ഇത് വചന വാഗ്ദാനമാണ്. ഏശയ്യ 34:16. യേശയ്യ 34:16. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ 17:11. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:11. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിയയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അനുദിനം പരിശോധിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു വചനമായിരിക്കും, പക്ഷെ ദൈവം നമ്മുടെ കണ്ണുകളെ കുടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ജ്ഞാനത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇത് അന്വേഷിക്കുന്ന എല്ലാവരുടെയും അനുഭവമാണ്. പ്രഭാഷകൻ 6:27. പ്രഭാഷകൻ 6:27. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ജ്ഞാനം ലഭിച്ചാൽ അതൊരിക്കലും വിട്ടുകളയരുത്. പലരുടെയും ജ്ഞാനം നഷ്ടപ്പെടുന്നത് മൗഢ്യം കൊണ്ടാണ്. ജ്ഞാനം 6:11. ജ്ഞാനം 6:11. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ചോദിക്കുക, അന്വേഷിക്കുക. അവസാനത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റായ വാതിലുകളിലല്ല മുട്ടേണ്ടത്. തെറ്റായ വാതിലുകളിൽ മുട്ടിയാല് അതിലൂടെ എന്ത് വേണമെങ്കിലും കടന്നു വരാം. വളരെ വ്യക്തതയോടുകൂടി ജ്ഞാനത്തിന്റെ വാതിലുകളാണ് മുട്ടേണ്ടതും
അത് തുറന്നു കിട്ടാൻ, ആ കവാടം തുറന്നു കിട്ടണം. വേറെ ഒന്നും ആഗ്രഹിക്കരുത് ഈ ലോകത്ത്. ബാക്കിയെല്ലാം ചേർക്കപ്പെടും. നമ്മുടെ അന്വേഷണത്തിനൊക്കെ ഒരു ഫോക്കസ് വേണം. നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുട്ടിയ വാതിലുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഇനിയും ദൈവം അവസരം തരുന്നത്, ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് തരുന്നത്, കൃത്യമായിട്ട് വചനത്തിന്റെ കവാടം തുറന്നു കിട്ടണം. കൊളോസസ് 4:3. കൊളോസോസ് 4:3. ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. ഇന്നേ ദിവസം നാം ക്രൂശിതന്റെ യാത്രയാണ്. ഗത്സമനിയിലെ വേദന, പിന്നെ കാൽവരിയിലേക്കുള്ള യാത്ര, കുരിശുമരണം, അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനങ്ങളെല്ലാം സ്വീകരിക്കാം. ഗത്സമനിയിലെ വേദന. എന്തായിരുന്നു യേശുവിന് ഗത്സമനിയിൽ ഉണ്ടായിരുന്ന വേദന? മരണത്തോളം വേദനിച്ചു എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രഭാഷകൻ 37:2 വായിക്കാം. പ്രഭാഷകൻ 37:2. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? സ്നേഹിതൻ ശത്രുവായി മാറുന്ന വേദന. ആ വേദനയാണ് ഈശോ അനുഭവിച്ചത്. മത്തായി 26:38. മത്തായി 26:38. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. ഈശോ യൂദാസിനെ സ്നേഹിതനായിട്ടാണ് കണ്ടേക്കുന്നത്. ആ സ്നേഹിതനാണ് ശത്രുവായി മാറുന്നത്. അതും സ്നേഹത്തിന്റെ ഒരു അടയാളത്തിലൂടെ. വഞ്ചനാത്മകമായ രീതിയിൽ യൂദാസിന്റെ പെരുമാറ്റം, അതാണ് ഈശോയെ അത്ര വലിയ വേദനയിലേക്ക് നയിച്ചത്. മത്തായി 26:49-50. മത്തായി 26:49-50 തിരുവചനങ്ങൾ. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. ഇതുപോലത്തെ വേദനയാണ് നമ്മളും ജ്ഞാനം സമ്പാദിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മീയ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അനുഭവിക്കുക. ഏറ്റവും അടുത്ത് സ്നേഹമുള്ളവര് ശത്രുവായി മാറുന്ന അവസ്ഥ. ഈശോയ്ക്ക് ഉണ്ടായത് ചരിത്രത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്, ഇന്ന് നമുക്കുണ്ട്. ജോബ് എല്ലാം നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിൽ സ്വന്തം ഭാര്യ പറയുന്ന കാര്യം, അത് മരണവേദനയിലേക്ക് ജോബിനെ നയിച്ചു. ജോബ് 2:7-9 വരെയുള്ള വചനങ്ങൾ. ജോബ് 2:7-9 വരെ തിരുവചനങ്ങൾ. സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി. അവൻ ജോബിന്റെ ശരീരത്തെ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ഇത് ജോബിന് ഒത്തിരിയേറെ വേദനിപ്പിച്ച കാര്യമാണ്. ഇനി തോബിത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കാം.
അവിടെ തോബിത്തിന്റെ ഭാര്യ പറയുന്ന കാര്യം. അതിലൂടെ തോബിത്തിന് കടന്നു വന്ന മരിക്കാനുള്ള ആഗ്രഹം, മരണതുല്യമായ വേദന. തോബിത്ത് 2:11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. തോബിത്ത് 2:11 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ഉപജീവനത്തിനു വേണ്ടി എന്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു. സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ്. ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു, ഇതിനെ എവിടെ നിന്ന് കിട്ടി? കട്ടെടുത്തതല്ലേ? ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക. കട്ടെടുത്ത് ഭക്ഷിക്കുന്നത് ശരിയല്ല. കൂലിക്ക് പുറമെ സമ്മാനമായി തന്നതാണ്, അവൾ പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ശഠിച്ചു. അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു. അവൾ ചോദിച്ചു, നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. അവസാനത്തെ ആ വാക്ക്, എല്ലാം അറിയാമെന്നല്ലേ. ഇതുപോലത്തെ എത്ര കുത്തുവാക്കുകൊണ്ട് മരണവേദനയിലൂടെ നാമും കടന്നു പോകുന്നുണ്ട്. ഇതിനു ശേഷം തോബിത്ത് പ്രാർത്ഥിക്കുന്നതാണ് തോബിത്ത് 3:1 നാം വായിക്കുന്നത്. തോബിത്ത് 3:1. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവേദയോടെ ഞാൻ പ്രാർത്ഥിച്ചു. തോബിത്ത് 3:6. തോബിത്ത് 3:6. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക, എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ചു മണ്ണായി തീർന്നു കൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യാവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. എന്റെ ഹൃദയവേദ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങനിൽ നിന്ന് മുഖം തിരിക്കരുതേ. ശുശ്രൂഷയിലായിരിക്കുന്നവര്, വലിയ വലിയ ശുശ്രൂഷകൾക്ക് ശേഷം മരണവേദനയോടുകൂടി ജീവിക്കുന്നവരെ നാം കാണുന്നുണ്ട്. ആ മരണവേദനയിൽ അവർ ശുശ്രൂഷ തന്നെ ഉപേക്ഷിച്ച് വേറൊരു വഴിയിലേക്ക് ഒറ്റയ്ക്ക് പോകാനും പോലും, കൂടി ഉണ്ടായിരുന്നവരെ പോലും ഉപേക്ഷിച്ച് പോകുന്ന, അതും നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. വലിയ പ്രവാചകനായിരുന്നു ഏലിയ. ദൈവ ശുശ്രൂഷയാണ് ചെയ്തത്. ജസബലിന്റെ ഭീഷണി ഓടിപ്പോയി, മരണം ആഗ്രഹിച്ചു. അതാണ് 1 രാജാക്കന്മാർ 19:3-4 നാം വായിക്കുന്നത്. 1 രാജാക്കന്മാർ 19:3-4 തിരുവചനങ്ങൾ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർശബയിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഒരു ജ്ഞാനമാണ് ഗത്സമനി വേദന ഈശോ അനുഭവിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു വലിയ ജീവിതയാത്രയാണ് നാം ഓരോരുത്തരും. എല്ലാവരും നമുക്ക് നിയോഗിച്ചിട്ടുള്ള ലക്ഷ്യം വരെ ഉണ്ടാവില്ല. ബുദ്ധിയാണ്. അത്തരം പ്രതീക്ഷകൾ തന്നെ വ്യർത്ഥമാണ്. ദൈവം നമുക്ക്
തന്നിട്ടുള്ള ലക്ഷ്യം വരയ്ക്ക് എല്ലാവരും വരണമെന്നില്ല. ഇനി വരുന്നവര് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ ആ യാത്ര അവസാനിപ്പിക്കും. ചിലപ്പോൾ അവർ വേറെ വഴിയും തിരഞ്ഞെടുക്കും. അവിടെ ഒന്നും മനം പതറാതെ പോകണമെന്നാണ് ഗത്സമനിയിൽ വന്ന് ഏറ്റവും അടുത്ത സ്നേഹമുള്ള ശിഷ്യര് അവർക്ക് എന്ത് സ്നേഹം ഉണ്ടായിരുന്നെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. ആഴമുള്ള സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരുമായിരുന്നു. ഈശോയ്ക്ക് മനസ്സിലായി അവരിവിടെ വരെ എത്തണ്ടു. കാൽവരിയിൽ ഇവർക്ക് സാധ്യതകളില്ല. ഇത് നാം ഈ ഗത്സമനി തോട്ടത്തിന്റെ വേദനയിൽ സ്വന്തമാക്കേണ്ട ജ്ഞാനമാണ്. യാത്രയുടെ അവസാനം വരെ എല്ലാവരെയും കാണില്ല. അതുകൊണ്ട് വചനങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരിൽ ആരിലും വിശ്വാസം അർപ്പിക്കരുത്. അത് നമ്മളെ ദൈവിക യാത്രയില് ജ്ഞാനത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന്, ചൈതന്യത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഏശയ്യാ 2:22. ഏശയ്യാ 2:22. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്. അവൻ ഒരു ശ്വാസം മാത്രം, അവൻ എന്തു വിലയുണ്ട്? സങ്കീർത്തനം 146:3. സങ്കീർത്തനങ്ങൾ 146:3. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. സങ്കീർത്തനം 118:9. സങ്കീർത്തനങ്ങൾ 118:9. പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ പൂർണ്ണമായി അഭയം തേടണം. അതിനുള്ള ഒരു സമർപ്പണമാണ് ഈശോ മത്തായി 26:39 നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു രീതി, ശരീരത്തിന്റെ പോസ്റ്റർ അവിടെ ഈശോ കാണിച്ചു തരുന്നുണ്ട് പൂർണ്ണ സമർപ്പണത്തിന്. മത്തായി 26:39. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണു പ്രാർത്ഥിച്ചു. ഇതാണ് ഫുള്ളായിട്ട് സറണ്ടർ ചെയ്യാണ്. ആ സറണ്ടറിങ്, അതായത് സമർപ്പണമാണ് നമ്മെ ദൈവിക ജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന വേദനയിലൂടെ നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞാണ് ഈശോ നമുക്ക് വലിയൊരു ജ്ഞാനം നൽകുന്നതാണ് പ്രകൃതിയും കൃപയും. പ്രകൃതിയാൽ നാം എല്ലാവരും ഇതെല്ലാം അവസാനിപ്പിക്കാം, വേണ്ട, എന്തിന്, ആർക്ക് വേണ്ടി എന്നെല്ലാം ചിന്തിക്കും. പക്ഷെ കൃപയാൽ ഒരു വലിയ സമർപ്പണത്തിലേക്ക് വരണം. അതാണ് ഈശോ പറയുന്നതാണ് നമ്മൾ മത്തായി 26:39 ബിയിൽ വായിക്കുന്നത്. മത്തായി 26:39. എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. എന്റെ ഹിതം ഉപേക്ഷിക്കാനും ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി സ്വീകരിക്കാനുള്ള ജ്ഞാനമാണ് നാം സ്വന്തമാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ പ്രാർത്ഥനയാണ് ഈ വേദന നിമിഷങ്ങളിൽ ചെയ്യാനുള്ളത്. അതാണ് 1 മക്കബായ് 3:60 നാം വായിക്കുന്നത്. 1 മക്കബായർ 3:60.
ദൈവഹിതം നിറവേറട്ടെ. ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. രണ്ടാമത്തെ ഒരു ധ്യാന വിഷയം ഈശോയുടെ വിചാരണയാണ്. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ആ പീഡന സമയത്ത് ആത്മാവില് ജ്ഞാനം ഉണ്ടാകണം. അപ്പോഴാണ് ഈ പീഡനങ്ങള്, സത്യത്തിന് വേണ്ടിയുള്ള പീഡനങ്ങളുടെ അതില് ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാന ചൈതന്യം നമുക്ക് ലഭിക്കുക. 2 തിമോത്തി 3:12. 2 തിമോത്തി 3:12. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. റോമ 6:3. റോമ 6:3. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ജ്ഞാന സ്നാനം ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ ഒരു സ്നാനം ആവശ്യമാണ്. ഇത് ശൂന്യവൽക്കരണത്തിലൂടെ മാത്രമാണ് ഈ ജ്ഞാനത്തിന്റെ സ്നാനം ലഭിക്കുക. വെളിപാടുകൾ കിട്ടിയ എല്ലാ വ്യക്തികൾക്കും ചരിത്രത്തിൽ ഈ നാളിതുവരെ മരണത്തിലൂടെ കടന്നുപോയിട്ടാണ്. യോഹന്നാൻ വെളിപാട് നൽകുന്നത് പാത്മോസ് ദ്വീപില് ശൂന്യവൽക്കരിക്കപ്പെട്ടപ്പോഴാണ്. അതാണ് വെളിപാട് 1:10 നാം വായിക്കുന്നത്. വെളിപാട് 1:10. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എന്റെ പിറകിൽ നിന്ന് കേട്ടു. ജ്ഞാനത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ ആന്തരിക മരണങ്ങൾ ഒത്തിരി ഉണ്ടാവും. പ്രഭാഷകൻ 3:18-19. പ്രഭാഷകൻ 3:18-19 തിരുവചനങ്ങൾ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രഭാഷകൻ 4:17-18. പ്രഭാഷകൻ 4:17-18 തിരുവചനങ്ങൾ. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിശ്നത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വെളിപാട് നമുക്ക് വചനത്തിലൂടെ ലഭിക്കുമ്പോഴാണ് സമാധാനപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നാം വരിക. അതാണ് ഹെബ്രായർ 12:11 വായിക്കുക. ഹെബ്രായർ 12:11. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. നാം ചോദിക്കണമെന്ന് പറഞ്ഞു, പിന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടണമെന്ന് പറഞ്ഞു. തുറന്നും കിട്ടും. തുറന്നു കിട്ടിയ എല്ലാം സുഖമാവുന്ന ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കൊളോസസ് 4:3
വചനത്തിന്റെ കവാടം തുറന്നു കിട്ടിയാൽ വിചാരണകൾ കൂടും. അതാണ് 1 കൊരിന്തോസ് 16:9 നാം വായിക്കുക. 1 കൊരിന്തോസ് 16:9. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയാണ്. അവിടെയാണ് നാം എടുക്കേണ്ട നിലപാടുകൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും എന്ന് വചനം പഠിപ്പിക്കുക. മത്തായി 5:12. മത്തായി 5:12. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പസ്തോല നടപടി 5:41. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സകത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്ന ഈശോയോട് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സത്യം എന്ത് എന്ന്. അതാണ് നാം യോഹന്നാൻ 18:36 മുതൽ 38 വരെ വായിക്കുക. പക്ഷെ ഈ ലോകത്തിന്റെ അധികാരികൾക്ക് സത്യം അറിയാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് പൗലോസ് ലീഹ 1 കൊരിന്തോസ് 2:8 പറയുക. 1 കൊരിന്തോസ് 2:8. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. ലോകം പറയുന്ന സത്യം എന്ന് പറഞ്ഞത് വസ്തുതകളാണ്. വസ്തുതകളും സത്യവും തമ്മിൽ അന്തരമുണ്ട്. സത്യം എന്ന് പറയുന്നത് വചനത്തിന്റെ സാരാംശം എന്ന് സങ്കീർത്തനം 119, 160 വായിക്കുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് സത്യമെന്ന് യോഹന്നാൻ 14:6. പക്ഷേ ഇവർക്ക് വസ്തുതകളാണ് അറിയേണ്ടത്. അവരവരുടെ രക്ഷയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സത്യം അറിയില്ല. അവർ വസ്തുതകൾ അറിഞ്ഞ് ആ വഴിയെ പോകുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം. സത്യത്തിന്റെ വില രക്തസാക്ഷിത്വമാണ്. അതാണ് വെളിപാട് 6:9 നാം വായിക്കുക. വെളിപാട് 6:9. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വിധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിനു കീഴിൽ ഞാൻ കണ്ടു. ഇനി നാം ധ്യാനിക്കുക കാൽവരി യാത്രയിലെ കണ്ടുമുട്ടുന്ന ശിമയോൻ. ശിമയോൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്രതീക്ഷിതമായി വരുന്ന സഹനങ്ങളെ കുറിച്ചാണ്. നോമ്പുകാലത്ത് നമ്മൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് സഹിക്കാൻ തീരുമാനിക്കുന്നുണ്ടാവാം. പക്ഷേ അപ്രതീക്ഷമായി കടന്നു വരുന്ന സഹനങ്ങളോട് നാം എങ്ങനെയാണ് കാണേണ്ടത്? പത്രോസ് ലീഹ നമുക്ക് 1 പത്രോസ് 4:12 പഠിപ്പിച്ചു തരുന്നുണ്ട്. 1 പത്രോസ് 4:12. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. പരിഭ്രമിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് ഈ വചനങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പ്രഭാഷകൻ 2:4-5 വചനത്തിന്റെ ചൈതന്യത്തിലേക്ക് നാം വരുന്നത്. പ്രഭാഷകൻ 2:4-5 തിരുവചനങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അപ്രതീക്ഷിതമായി വരുന്ന സഹനങ്ങളെല്ലാം നമ്മളെ വളരെയധികം ജ്ഞാന ചൈതന്യത്തിൽ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്.
സുഭാഷിതം 20:30. സുഭാഷിതങ്ങൾ 20:30. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. മനസ്സിന്റെ ഉള്ളറകൾ ശുചിയാക്കപ്പെടുമ്പോഴാണ് പിതാവായ ദൈവത്തിന് അനുയോജ്യമായ ഉപകരണങ്ങളായി നാം മാറുന്നത്. അതാണ് 2 തിമോത്തി 2:21. 2 തിമോത്തി 2:21. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. ഇവിടെ വിശുദ്ധ പാത്രമാകുന്ന പ്രക്രിയയിൽ അപ്രതീക്ഷിതമായി വരുന്ന സഹനങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആന്തരിക മനുഷ്യനാണ് ശക്തിപ്പെടുന്നത്. അതാണ് 2 കൊറിന്തോസ് 4:16 നാം വായിക്കുക. 2 കൊരിന്തോസ് 4:16. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. എഫേസൂസ് 3:16. എഫേസൂസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. റോമ 8:18. റോമ 8:18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. 2 കൊറിന്തോസ് 4:17-18. 2 കൊരിന്തോസ് 4:17-18 തിരുവചനങ്ങൾ. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഈ യാത്ര ചെന്നെത്തുന്നത് കാൽവരിയിൽ. അവിടെയാണ് ജ്ഞാനത്തിലും വളരേണ്ട അതിരഹസ്യം ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അത് ക്ഷമയുടെയാണ്. നമ്മുടെ കൃപയിൽ ജ്ഞാനത്തിൽ വളരണമെങ്കിൽ മനസ്സാക്ഷി എപ്പോഴും ശുദ്ധമായിരിക്കണം. ശുദ്ധമായ മനസ്സാക്ഷിയിലാണ് ജ്ഞാനചൈതന്യം ഉണ്ടാകുക. അതാണ് നാം അപ്പസ്തോലർ നടപടി 23:1 അപ്പസ്തോലർ നടപടി 24:16 1 പത്രോസ് 3:16 വായിക്കുന്നത്. ആ മനസ്സാക്ഷി ശുദ്ധമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ക്ഷമയുടെ പ്രാർത്ഥന എല്ലാ ദിവസവും ആത്മാവിൽ ഉണ്ടാകണം. ഏതവസ്ഥയിലും നമ്മുടെ കൃപയിലും ചൈതന്യത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ് ഈശോ കുരിശിൽ പഠിപ്പിച്ച പ്രാർത്ഥന. ലൂക്ക 23:34. അതുപോലെ തന്നെ സെയിന്റ് സ്റ്റീഫൻ അപ്പസ്തോലരുടെ 7:60 പൗലോസ് ലീഹ 2 തിമോത്തി 4:16 നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഒരു വലിയൊരു മധ്യസ്ഥമായിട്ടാണ് നാം കാണേണ്ടത്. ഓരോ ക്ഷമയും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ചരിത്രത്തിലുള്ള ഒരു വിശുദ്ധൻ, റോമ പടയാളിയായ, ഇപ്പോൾ നാം സെയിന്റ് ലൊഗ്നിയൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ, അന്ന് ഈശോയെ കുത്തിയേല് ഭാഗികമായി അന്ധനായിരുന്ന ഈ മനുഷ്യൻ സൗഖ്യപ്പെടുകയും മാനസാന്തരപ്പെടുകയും പിന്നെ രക്തസാക്ഷിയാവുകയും ചെയ്തു. നമ്മുടെ സഹനത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, അതായത് ക്ഷമയുടെ മധ്യസ്ഥ പ്രാർത്ഥന അനേകം മാനസാന്തരങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ആ ജ്ഞാനം എന്തു വില കൊടുത്തും മനസാക്ഷി ശുദ്ധമായി നമ്മൾ നിലനിർത്തണം. അപ്പോഴാണ്
നാം അനുഗ്രഹിക്കുന്നവരായി മാറുകയും ഓരോ അവസ്ഥയിലും മത്തായി 5:44 1 പത്രോസ് 3:9 റോമ 12:17 2 സാമുവേൽ 16:5 മുതൽ 12 വരെയുള്ള വചനത്തിലും, അപ്പോൾ ജോബ് പ്രാർത്ഥിച്ചിട്ട് ജോബിന് ഇരട്ടി ലഭിച്ച ക്ഷമയുടെ മധ്യസ്ഥമാണത്. ജോബ് 42:10 സുഭാഷിതം 25:21 മുതൽ 22 വരെ വചനത്തിലൂടെ തീക്കനൽ കൂട്ടുന്ന അവസ്ഥ. അതാണ് നമ്മുടെ വിളി, ജ്ഞാനത്തിന്റെ വിളി. റോമ 12:20 റോമ 12:21 റോമ 16:19 ഇതിലൂടെ എല്ലാം നാം കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം ജ്ഞാനസ്നാനമാകുന്ന മരണ അവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയി നാം ഈ ലോകത്തിൽ ജ്ഞാനത്തിൻ്റെ ഒരു മാതൃകയും മാർഗമായി രൂപാന്തരപ്പെടുത്തുന്നത്. ഇനിയാണ് നാം അവസാനമായിട്ട് ഈശോയുടെ മരണത്തിൻ്റെ നിമിഷം. ആ സമയം ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന മത്തായി 27:46 വായിക്കാം. മത്തായി 27:46 ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമ സബക്താനി, അതായത് എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഈശോയെ പിതാവായ ദൈവം ഉപേക്ഷിച്ചെന്നാണോ? അല്ല, അത് സങ്കീർത്തനത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു ആരംഭമാണ്. അതിൽ തുടർന്നു വരുന്ന വലിയ വലിയ ആശ്രയബോധത്തിന്റെയാണ് ആ സങ്കീർത്തനം. അത് വായിക്കുമ്പോൾ നാം യേശുവിന്റെ കുരിശുമരണത്തിലൂടെ കടന്നുപോയി എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യമാവും. ആണ് സങ്കീർത്തനം 22:1 ഈ വചനത്തിന്റെ ഉറവിടെങ്കിൽ നാം വായിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് ഇന്ന് സങ്കീർത്തനം 22:3-4 സങ്കീർത്തനങ്ങൾ 22:3-4 തിരുവചനങ്ങൾ. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. ഈ ഒരു കാര്യമാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയും കുരിശിന്റെ താഴെ നിന്ന് അമ്മമാതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എല്ലാത്തിനെയും അതിജീവിക്കാൻ, മരണത്തിന്മേൽ വിജയം വരിക്കാൻ, മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ സ്വർഗീയ ആധിപത്യം തിരിച്ചു നൽകാൻ കടന്നു വന്ന കർത്താവിന്റെ ചൈതന്യമാണ് നാം സങ്കീർത്തനം 22:27 മുതൽ 29 വരെ കാണുന്നത്. സങ്കീർത്തനങ്ങൾ 22:27 മുതൽ 29 വരെ തിരുവചനങ്ങൾ. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. എന്തെന്നാൽ രാജത്വം കർത്താവിൻ്റെതാണ്, അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും. ഫിലിപ്പിയർ 2:10-11 ഫിലിപ്പി 2:10-11 തിരുവചനങ്ങൾ. ഇത് യേശുവിന്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കൊളോസസ് 2:14-15 കൊളോസോസ് 2:14-15 തിരുവചനങ്ങൾ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ജ്ഞാനം ജീവൻ നൽകുന്നതാണ്.
നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് കുർബാനയിലാണ്. അതിലേക്കാണ് ഈ ധ്യാനം നാം എത്തിക്കുന്നത്. സങ്കീർത്തനം 22:26. സങ്കീർത്തനങ്ങൾ 22:26. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. എന്നും സന്തുഷ്ടരായി ജീവിക്കുമെന്നാൽ നിത്യജീവൻ. യോഹന്നാൻ 6:54. യോഹന്നാൻ 6:54. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ായ ക്രിസ്തുവിൽ നിന്ന് ദൈവജ്ഞാനം ഈ നോമ്പുകാലത്ത് ധ്യാനാത്മകമായി ജീവിച്ച് അപ്രതീക്ഷിതമായ സഹനത്തിലൂടെ രൂപാന്തരപ്പെട്ട് ദൈവമഹത്വത്തിനായി ഉപകരണങ്ങളായി മാറി ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.